എല്ലാവർക്കും നമസ്കാരം. സ്വരങ്ങളും കൂട്ടുസ്വരങ്ങളും അവയുടെ ഉച്ചാരണ സവിശേഷതകളുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ ആലപ്പ് എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണ സവിശേഷതകളാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ പഠിക്കേണ്ട ഒരു അക്ഷരമാണ് ആലപ്പ്. ആലപ്പിൻ്റെ സ്വരം എന്ന് പറയുന്നത് ആ എന്ന കണ്ഠ്യ സ്വരമാണ്. ഈ സ്വരത്തെ സൂചിപ്പിക്കുവാനായി സാധാരണ ഒരു അറബിക് വാക്ക് ഹംസ എന്ന് ഉപയോഗിക്കാറുണ്ട്. ഒരു സ്വരമില്ലാതെ ആലപ്പ് ഉച്ചരിക്കാൻ നമുക്ക് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ഒരു സ്വരത്തെ തൂക്കിയിടാനുള്ള ഒരു കൊളുത്തായിട്ടാണ് ആലപ്പിനെ സാധാരണ നമ്മൾ മനസ്സിലാക്കുക. ആലപ്പിന് നമ്മൾ ഏതു സ്വരം നൽകിയാലും ആലപ്പ് ആ സ്വരമായിട്ട് മാറും. സ്വരമില്ലാതെ ആലപ്പ് തനിയെ നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ നാം അതിന് ഉച്ചാരണമൊന്നും കൊടുക്കാറില്ല. ഇപ്പം ആലപ്പിൻ്റെ ആ സ്വരം എപ്പോഴൊക്കെയാണ് നിലനിർത്തുക എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ഒരു വാക്കിൻ്റെ ആരംഭത്തിൽ ആലപ്പ് വന്നാൽ ആലപ്പിൻ്റെ ആ സ്വരം നമ്മൾ നിലനിർത്തും. ഇവിടെ രണ്ട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ വാക്ക് ഏമ എന്നുള്ളതാണ്. ഏമ ഏമ എന്ന വാക്കിൻ്റെ ആരംഭത്തിൽ ആലപ്പാണ് കൊടുത്തിരിക്കുന്ന. ആലപ്പിന് ഷോർട്ട് ഏകാരമുണ്ട്. അപ്പോൾ ആലപ്പിൻ്റെ സ്വരം അവിടെ നിലനിർത്തും. ഏമ. ഇവിടെ അടുത്ത വാക്ക് നോക്കുക. ആഖേൽ എന്നാണ് ഈ വാക്ക്. ആഖേൽ. ആലപ്പിന് ലോങ് ആ, കാപ്പിന് ലോങ് എ, ലാമത്ത്. ആഖേൽ. അപ്പോൾ ഇവിടെ ആലപ്പിന് വവ്വലുണ്ട് രണ്ടിടത്തും. ആ വവ്വല് അതിൻ്റെ സ്വരമായിട്ട് മാറുകയാണ്. ഏമ ആഖേൽ. എന്നാൽ ഒരു വാക്കിന് മുമ്പിൽ കേസ് ലെറ്റേഴ്സായ ബുദോൽ, ബേസ്, ദാലസ്, വാവ്, ലാമത്, ഈ അക്ഷരങ്ങൾ അറിയപ്പെടുന്നത് കേസ് ലെറ്റേഴ്സ് എന്നാണ്. വിഭക്തികൾ ഉണ്ടാക്കാനായി വാക്കിൻ്റെ മുമ്പിൽ ചേർക്കുന്ന അക്ഷരങ്ങളാണ് ബുദോൽ, ബേസ്, ദാലസ്, വാവ്, ലാമത് എന്നീ അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾ ഒരു വാക്കിൻ്റെ മുമ്പിൽ വന്നാൽ ആലപ്പിൻ്റെ ആ ഹംസ, ആ സ്വരം നഷ്ടപ്പെടും. ആലപ്പിൻ്റെ ആ സ്വരം മുമ്പിൽ വരുന്ന ഈ അക്ഷരങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഉദാഹരണം നോക്കുക. നമ്മൾ യമ എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ മുമ്പിൽ ബേസ് എന്ന് പറയുന്ന അക്ഷരം നമ്മൾ ചേർത്തു. ഇപ്പോൾ ഈ ബേസ് എന്ന് പറയുന്ന അക്ഷരത്തിലേക്ക് ആലപ്പിൻ്റെ ഏ സ്വരം കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ഉച്ചരിക്കേണ്ടത് ബേമ എന്നാണ്. ബേമ, ബേമ. ഇനി പാശ്ചാത്യ സുറിയാനിയിലാണെങ്കിൽ, വെസ്റ്റേൺ സുറിയാനിയിലാണെങ്കിൽ ഇങ്ങനെ മുൻപിൽ വരുന്ന ഈ പ്രീഫിക്സിലേക്ക് സ്വരവും ഒപ്പം സ്വരചിഹ്നവും കൂടി കൈമാറ്റം ചെയ്യപ്പെടും. ഈസ്റ്റ് സിറിയക്കിൽ സ്വരചിഹ്നം ആലപ്പിൽ തന്നെ കിടന്നാലും സ്വരം ബേസിൽ നമ്മൾ കൈമാറും.
എന്നാൽ വെസ്റ്റ് സിറിയക്കിൽ ഈ ആലപ്പിൻ്റെ സ്വരചിഹ്നം കൂടി മുമ്പിലുള്ള അക്ഷരത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. എന്നാൽ ഈ ബിദോൽ എന്ന് പറയുന്ന അക്ഷരക്കൂട്ടത്തിലെ 2 അക്ഷരങ്ങൾ ഒരു വാക്കിന് മുമ്പിൽ വന്നാൽ, ചിലപ്പോൾ 2 അക്ഷരങ്ങൾ വാക്കിൻ്റെ മുമ്പിൽ വരാറുണ്ട്. അങ്ങനെ വരികയും ആലപ്പിന് കുത്തുകൾ മാത്രമുള്ള സ്വരചിഹ്നവുമാണെങ്കിൽ ആ സ്വരചിഹ്നം പ്രത്യയത്തിലേക്ക് ഈസ്റ്റ് സിറിയക്കിലാണെങ്കിലും കൈമാറ്റം ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ 2 വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ വാക്ക് ഈലാന എന്ന വാക്കാണ്. ഈലാന എന്ന് പറഞ്ഞാൽ ട്രീ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആ വാക്കിന് മുമ്പിൽ ഒരു ബേസ് ചേർത്തിരിക്കുന്നു. അതുകൂടാതെ ഒരു ദാലസ് അതിനു മുമ്പിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ദാലസും ബേസും ഇത് രണ്ടും ബിദോൽ എന്ന് പറയുന്ന അക്ഷരക്കൂട്ടത്തിലെ അക്ഷരങ്ങളാണ്. അത് രണ്ടും ഇവിടെ ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന അവസരത്തിൽ ആലപ്പിൻ്റെ സ്വരചിഹ്നം, ഇവിടെ ആലപ്പിന് ഈകാരമാണ്. അതുകൊണ്ട് ഈ ഈകാരം ആ ബേസിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ഉച്ചരിക്കുമ്പോൾ ദബീലാന എന്ന് പറയും. എന്നാൽ അടുത്ത വാക്ക് ശ്രദ്ധിക്കുക. ഇവിടെ ആകോല എന്ന വാക്കാണ്. ആകോല. ഈ ആകോല എന്ന വാക്കിന് മുമ്പിൽ ബേസും വാവും ചേർത്തിരിക്കുകയാണ്. ആകോല എന്ന വാക്കിൻ്റെ മുമ്പിൽ ബേസും ആലപ്പും ചേർത്തു. ഇവിടെ ആലപ്പിന് ലോങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കുത്തുകൾ മാത്രമുള്ള സ്വരചിഹ്നമായിരുന്നു. അങ്ങനെ കുത്തുകൾ മാത്രമുള്ള സ്വരചിഹ്നമാണ് ആലപ്പിന് വരുന്നതെങ്കിൽ 2 പ്രീഫിക്സുകൾ അതിന് മുമ്പിൽ വരുമ്പോൾ ഈ മുമ്പിൽ വരുന്ന ആദ്യത്തെ പ്രീഫിക്സിലേക്ക് ആ സ്വരചിഹ്നം കൂടി കൈമാറ്റം ചെയ്യപ്പെടും. ഉ ബാഗോല എന്നായിട്ട് അത് മാറും. അതുപോലെ ഒരു വാക്കിൻ്റെ നടുക്ക് ആലപ്പ് വരികയും ആ ആലപ്പിന് ഒരു സ്വരചിഹ്നം വരികയും ചെയ്താൽ ആലപ്പിൻ്റെ ആ സ്വരചിഹ്നം നമുക്ക് നിലനിർത്തുകയോ അത് നിശബ്ദമാക്കുകയോ ചെയ്യാം. ഉദാഹരണത്തിന് ഇവിടെ 2 പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് ഒരു പേരാണ്. നോക്കുക, താവ്, ആലപ്പ്. ആലപ്പിന് ഒരു ഓകാരമുണ്ട്. പിന്നെ മീമ്, ആലപ്പ്. തോമ എന്നാണ് ഇത് ഉച്ചരിക്കേണ്ടത്. തോമ എന്ന് ഉച്ചരിക്കുമ്പോൾ ആലപ്പിൻ്റെ ആ സ്വരം നഷ്ടപ്പെട്ടു പോയി. ഓകാരം താവിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. അപ്പോൾ ഇവിടെ തോമ എന്നുള്ള വാക്കിൽ ആലപ്പിൻ്റെ ഹംസ നഷ്ടപ്പെട്ടു പോയി. ഇവിടെ നോക്കുക, ഷീൻ, ആലപ്പ്, ലാമത്. ആലപ്പിന് ഇവിടെ ഷോർട്ട് ഏകാരമാണ്. ഇവിടെ ഇത് നമ്മൾ ഉച്ചരിക്കുന്നത് ഷേൽ എന്നാണ്. ഷേൽ. ഇവിടെയും ആലപ്പിൻ്റെ ഏകാരം മുമ്പിൽ വരുന്ന ഷീനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഷേൽ. അപ്പോൾ ഈ 2 പദങ്ങളിലും ആലപ്പ് അവിടെ നിശബ്ദമാവുകയാണ്. എന്നാൽ ആലപ്പിൻ്റെ തൊട്ട് മുമ്പിൽ വരുന്ന അക്ഷരത്തിന് ഒരു വവ്വൽ ഉണ്ടെങ്കിൽ, ഒരു സ്വരമുണ്ടെങ്കിൽ അതിൻ്റെ ഹംസ നിലനിർത്തും. ഇവിടെ 2 പദങ്ങൾ ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നു. ആദ്യത്തേത് ആലപ്പ്, ആലപ്പിന് ലോങ് ആ, പിന്നെ ഒരു ആലപ്പ് ഷോർട്ട് ആ, പിന്നെ റേഷ്. ഇവിടെ നമ്മൾ നടുക്കുള്ള ആലപ്പിന് ആകാരമുണ്ട്. തൊട്ട് മുമ്പുള്ള അക്ഷരത്തിനും ലോങ് ആകാരം കൊടുത്തിരിക്കുന്നു. ഇത് നമ്മൾ ആർ എന്നാണ് ഉച്ചരിക്കുന്നത്. ആർ. അപ്പോൾ ഇവിടെ നമ്മൾ നടുക്കുള്ള ആലപ്പിൻ്റെ സ്വരം നിലനിർത്തും. ആർ.
അതൊരു നൗണാണ്. എയർ എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരു വാക്ക് ദാലസ്, ആലപ്, നൂൻ. ദായേൻ, ദായേൻ, ദായേൻ. അപ്പം ഇവിടെ രണ്ടിടത്തും ആലപ്പിൻ്റെ സ്വരം നിലനിർത്തിയിരിക്കുകയാണ്. കാരണം ആലപ്പിന് തൊട്ട് മുമ്പ് വരുന്ന അക്ഷരത്തിന് ഒരു സ്വരം ഉള്ളതുകൊണ്ട് ആലപ്പിൻ്റെ സ്വരവും നമ്മൾ നിലനിർത്തുകയാണ്. എന്നാൽ പാശ്ചാത്യ സുറിയാനിയിൽ ഈ ആലപ്പ് യോതായിട്ടായിരിക്കും ഉച്ചരിക്കുക. ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഈ നടുക്ക് വരുന്ന ആലപ്പ് യോതായിട്ടാണ് ഉച്ചരിക്കുക. ഈ ഈസ്റ്റ് സിറിയക്ക് വാക്ക് ഇവിടെ വെസ്റ്റ് സിറിയക്കിൽ എഴുതിയിട്ടുണ്ട്. അവർ ഉച്ചരിക്കുന്നത് ഓയാർ എന്നാണ്. ഓയാർ, ഓയാർ. നടുക്ക് വരുന്ന ആലപ്പ് യായായിട്ടാണ് അവർ ഉച്ചരിക്കുക. ഓയാർ. അതുപോലെ ഈസ്റ്റ് സിറിയക്കിലെ കായേം എന്ന് പറയുന്ന അക്ഷരം അവർ ഖോയേം എന്നാണ് ഉച്ചരിക്കുക. ഖോയേം. ആലപ്പ് യോതായിട്ടാണ് അവർ ഉച്ചരിക്കുക. ചിലപ്പോൾ ആലപ്പിൻ്റെ സ്വരം മുന്നിൽ വരുന്ന അക്ഷരത്തിലേക്ക് കൈമാറാറുമുണ്ട്. ഇവിടെ രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ വാക്ക് സെമക്കസ്, സെമക്കസിന് ഓകാരമാണ് സോ. പിന്നീട് ഗാമൽ, ഗാമൽ കഴിഞ്ഞ് ആലപ്പ്, ആലപ്പിന് ലോങ് ആ, വീണ്ടും ഒരു ആലപ്പ്. ഇങ്ങനെ ആലപ്പിന് വരുന്ന സ്വരം മുമ്പ് വരുന്ന ഗാമലിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഇവിടെ അത് നോക്കുക. ഈ ആലപ്പിൻ്റെ ആകാരം ഗാമലിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സോഗ, സോഗ. അതുപോലെ രണ്ടാമത്തെ വാക്ക് തേസ്, മീം, ആലപ്പ്, ആലപ്പ്. അവസാനത്തിന് തൊട്ട് മുമ്പുള്ള ആലപ്പിന് ആകാരമുണ്ട്. ഈ ആകാരം മീമിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് ആണ് ഉച്ചരിക്കുക. തമ, തമ. ഇപ്പം ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഉച്ചാരണത്തെക്കുറിച്ചാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട്. വാക്കിൻ്റെ അവസാനം ആലപ്പ് വന്നാൽ ആ ആലപ്പ് സൈലൻ്റ് ആയിരിക്കും. മിക്കവാറും എല്ലാ നാമങ്ങളുടെയും അവസാനത്തെ അക്ഷരം സ്വരമില്ലാത്ത ആലപ്പാണ്. ഇപ്പോൾ സുറിയാനിയിലെ എല്ലാ നാമങ്ങളും ഏകവചനവും ബഹുവചനവും എല്ലാം അവസാനിക്കുന്നത് മിക്കവാറും ആലപ്പിലായിരിക്കും. അത് സ്വരമില്ലാത്ത ആലപ്പായിരിക്കും. ഇനി ചില നാമങ്ങളും ക്രിയകളും ആലപ്പിൽ ആരംഭിക്കാറുണ്ട്. ഇപ്പം ആലപ്പിൽ ആരംഭിക്കുന്ന എല്ലാ ക്രിയകളും അതുപോലെ തന്നെ ചില നാമങ്ങളും ആലപ്പിൻ്റെ ആ ഹംസ ഉച്ചരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ആലപ്പിന് സാധാരണഗതിയിൽ ഒരു ഹ്രസ്വ സ്വരം നൽകാറുണ്ട്. ഇപ്പം ആലപ്പിൽ ആരംഭിക്കുന്ന എല്ലാ ക്രിയകൾക്കും ചില നാമങ്ങൾക്കും ആലപ്പിൻ്റെ ഹംസ ഉച്ചരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ആലപ്പിന് ഒരു ഹ്രസ്വ സ്വരം നൽകാറുണ്ട്. അപ്പം ആലപ്പ് തുടക്കത്തിൽ തനിയെ നിൽക്കുകയില്ല. ഒരു നാമത്തിൻ്റെയോ ക്രിയയുടെയോ മുമ്പിൽ ആലപ്പ് വരുമ്പോൾ അത് തനിയെ നിൽക്കുകയില്ല. അതിന് ഒരു ഹ്രസ്വ ആകാരമോ ഹ്രസ്വ ഏകാരമോ നമ്മൾ നൽകാറുണ്ട്. അപ്പം അങ്ങനെ നൽകുന്ന ഈ ഹ്രസ്വ സ്വരം അതിൻ്റെ ഭാഗമല്ലാത്തതുകൊണ്ട് തുടർന്ന് വരുന്ന സ്വരത്തെ അത് ബാധിക്കുന്നില്ല. സാധാരണഗതിയിൽ ഒരു ഹ്രസ്വ സ്വരമുള്ള അക്ഷരത്തിന് ശേഷം വരുന്ന വവ്വലുള്ള അക്ഷരം ഇരട്ടിക്കാറുണ്ട്. എന്നാൽ ആലപ്പിന് ശേഷമാണ് അങ്ങനെയുള്ള ഒരു സ്വരം വരുന്നതെങ്കിൽ
അത് ഇരട്ടിക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ ബിഗാദ് കുപ്പസ് എന്ന് പറയുന്ന അക്ഷരക്കൂട്ടമുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ വ്യഞ്ജനങ്ങളുടെ ഉച്ചാരണ നിയമം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ഹര മൃദു ഉച്ചാരണങ്ങൾക്ക് വശംവദരാകുന്ന 6 അക്ഷരങ്ങളാണ് ബിഗാദ് കുപ്പസ്. ഈ ബിഗാദ് കുപ്പസ് സാധാരണഗതിയിൽ സ്വരമുള്ള ആലപ്പിന് ശേഷമാണ് വരുന്നതെങ്കിൽ അത് സാധാരണഗതിയിൽ മൃദുവാകാറുണ്ട്. അതുപോലെ ആലപ്പിൻ്റെ ഹ്രസ്വസ്വരം ദീർഘമായിട്ട് ഉച്ചരിക്കുന്ന ഒരു രീതിയുമുണ്ട്. ചില വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, ആലപ്പിന് ഹ്രസ്വ ആകാരമാണ്, തുടർന്ന് ബേസിന് ആകാരമാണ്. ഇത് അബ്ബ എന്നല്ല, ആവ എന്നാണ് നമ്മൾ ഉച്ചരിക്കുക. ആവ. ഇവിടെ ഷോർട്ട് ആകാരം ലോങ് ആയിട്ട് ഉച്ചരിക്കുന്നു. ബേസിന് നമ്മൾ സോഫ്റ്റ് ഉച്ചാരണം കൊടുക്കും. അതുപോലെ ആലപ്പിൽ ആരംഭിക്കുന്ന മറ്റൊരു വാക്കാണ് ആലാഹ. ഇവിടെയും ആലപ്പിന് ഷോർട്ട് ആയാണെങ്കിൽ നമ്മൾ ലോങ് ആയിട്ടാണ് ഉച്ചരിക്കുക. ആലാഹ. അതുപോലെ ഒരു വെർബാണ്. ഇവിടെ ആലപ്പിന് ഷോർട്ട് ഏകാരമാണ്. ഏമർ. ഏമർ എന്നാണ് ഉച്ചരിക്കുക. ഈ ഷോർട്ട് എ ലോങ് ആയിട്ട് നമ്മൾ ഉച്ചരിക്കുന്നു. മറ്റൊരു വെർബാണ് ഏസ. ഇവിടെയും ആലപ്പിന് ഷോർട്ട് ഏകാരമാണെങ്കിൽ ലോങ് ആയിട്ട് നമ്മൾ ഉച്ചരിക്കുകയാണ്. മറ്റൊരു വെർബാണ് ഏകൽ. ഏകൽ. ഇവിടെയും ആലപ്പിന് ഷോർട്ട് ആയാണെങ്കിൽ ലോങ് ആയിട്ട് നമ്മൾ ഉച്ചരിക്കുന്നു. അതുപോലെ ഏവത് മറ്റൊരു വെർബാണ്. ഏവത്. ആലപ്പിന് ഷോർട്ട് ആണെങ്കിൽ നമ്മൾ ലോങ് ആയിട്ടാണ് ഉച്ചരിക്കുക. അപ്പോൾ ഇങ്ങനെ ആലപ്പ് ഒരു വാക്കിൽ വരുമ്പോൾ അതിൻ്റെ ഉച്ചാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ആലപ്പിന് ഏത് സ്വരമാണോ കൊടുക്കുന്നത് ആ ഉച്ചാരണമാണ് ആലപ്പിന് സാധാരണഗതിയിൽ നമ്മൾ നൽകുന്നത്. ആലപ്പ് വാക്കിൻ്റെ ആരംഭത്തിൽ വന്നാൽ അതിൻ്റെ ആ സ്വരം നമ്മൾ നിലനിർത്തും. എന്നാൽ ബുദോൽ എന്ന് പറയുന്ന അക്ഷരക്കൂട്ടം വാക്കിൻ്റെ മുമ്പിൽ വരുമ്പോൾ ആലപ്പിൻ്റെ വവ്വൽ ആ ബിദോലിലേക്ക് നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടും. പാശ്ചാത്യ സുറിയാനിയിലാണെങ്കിൽ ആലപ്പിൻ്റെ സ്വരവും ആ മുമ്പ് വരുന്ന ബിദോലിലാണ് കൊടുക്കാറുള്ളത്. എന്നാൽ നമ്മുടെ പൗരസ്ത്യ സുറിയാനിയിൽ വവ്വൽ ചിഹ്നം ആലപ്പിനിടും. ഉച്ചരിക്കുമ്പോൾ ആ വവ്വൽ മുൻപിൽ വരുന്ന പ്രീഫിക്സിലേക്ക് നമ്മൾ കൈമാറും. എന്നാൽ 2 അക്ഷരങ്ങൾ അടുപ്പിച്ചു വരികയാണെങ്കിൽ കുത്തു മാത്രമുള്ള ആലപ്പിൻ്റെ സ്വരചിഹ്നമാണെങ്കിൽ അത് മുമ്പിലുള്ള അക്ഷരത്തിലേക്ക് കൂടി കൈമാറുമെന്ന് നമ്മൾ കണ്ടു. ഇനി വാക്കിൻ്റെ നടുക്ക് ആലപ്പ് വന്നാൽ ഒന്നുകിൽ അത് നിശബ്ദമാക്കും അല്ലെങ്കിൽ അത് നിലനിർത്തും. നിശബ്ദമാക്കുന്ന 2 ഉദാഹരണങ്ങൾ നമ്മളിവിടെ കണ്ടു. തോമ, ഷേൽ. നിലനിർത്തുന്ന 2 ഉദാഹരണങ്ങൾ നമ്മളിവിടെ കണ്ടു. ആർ, ദായേൻ. പാശ്ചാത്യ സുറിയാനിയിൽ ഈ നടുക്ക് വരുന്ന ആലപ്പ് യായായിട്ടാണ് ഉച്ചരിക്കുന്നത്. ഓയാർ, കോയേം. ചില സന്ദർഭങ്ങളിൽ അവസാനം ഇങ്ങനെ 2 ആലപ്പ് വരുമ്പോൾ അവസാനത്തിന് മുമ്പ് വരുന്ന ആലപ്പിൻ്റെ വവ്വൽ അതിന് തൊട്ട് വരുന്ന അക്ഷരത്തിലേക്ക് കൈമാറുന്ന ഒരു രീതിയും നമുക്ക് കാണാം. സോഗ, തമ. അതുപോലെ എല്ലാ വാക്കുകളും അവസാനിക്കുന്നത് ആലപ്പിലാണ്. അത് സാധാരണഗതിയിൽ സ്വരമില്ലാത്ത ആലപ്പായിരിക്കും. എന്നാൽ ആലപ്പിൽ ആരംഭിക്കുന്ന ക്രിയകളും നാമങ്ങളും ഉണ്ട്. അങ്ങനെ ആലപ്പിൽ ആരംഭിക്കുമ്പോൾ ആലപ്പിന് ഒരു സ്വരമില്ലാതെ ഒരു വാക്കിൻ്റെ ആരംഭത്തിൽ നിൽക്കുക ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളൊരു ഹ്രസ്വ സ്വരം നൽകും. സാധാരണഗതിയിൽ ആകാരമോ അല്ലെങ്കിൽ ഏകാരമോ ആയിരിക്കും. അത് നമ്മൾ നൽകുന്ന സ്വരമായതുകൊണ്ട് അത് ഉച്ചാരണ നിയമത്തിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു ഹ്രസ്വ സ്വരത്തിന് ശേഷം വവ്വലുള്ള ഒരു സ്വരം വന്നാൽ അത് ഇരട്ടിക്കും. പക്ഷെ ആലപ്പിൽ ആരംഭിക്കുന്ന വാക്കുകൾക്ക് ആ ഒരു ഉച്ചാരണ നിയമം അതുപോലെ ബാധകമാകണമെന്നില്ല. അപ്പോൾ അത് ഇരട്ടിക്കുന്നതിന് പകരം
ആലപ്പിൻ്റെ ഷോർട്ട് വോവൽ നമ്മൾ ലോങ് ആയിട്ട് ഉച്ചരിക്കുന്ന ഒരു രീതി കൂടിയുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉച്ചാരണത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാവർക്കും നന്ദി.